ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ബിസി വർക്കിംഗ് ഡേ ആണ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം തന്നെ ബ്രഷ് ചെയ്ത് വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഒരു സ്കിൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം പുതിയ വർഷം ആയിക്കൊണ്ട് തന്നെ ഞാനൊരു ബയോഡർമ ഒരു അറ്റോമിക് മോയ്സ്ചറൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, 2 ഡേയ്സേ ആയുള്ളൂ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്കും കൂടെ നല്ലതാണോ ഇല്ലെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു ലിബാമൊക്കെ ഇട്ട് പിന്നെ ആദ്യം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എക്സസൈസൊക്കെ ചെയ്യുകയാണ് എൻ്റെ വർക്കിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സൈക്ലിംഗ് ആണ് എനിക്ക് മെയിനായിട്ട്. എനിക്ക് മുട്ട് പ്രശ്നമൊക്കെ ഉള്ളത് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, മുട്ട് പ്രശ്നമുള്ളതുകൊണ്ട് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഇപ്പോഴും എനിക്ക് ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്. എനിക്ക് ഇപ്പം ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ല. സൈക്ലിംഗ് ആണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ്. പിന്നെ സ്വിമ്മിങ് ആണ്. പിന്നെ സ്വിമ്മിങ്ങിന് ഒരു ധൈര്യക്കുറവുള്ളതുകൊണ്ട് സൈക്ലിംഗ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ ഒരു 12 കിലോമീറ്ററോളം സൈക്ലിംഗ് ചെയ്യും. ആ ഫുൾ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യും. ഒരു 250 കിലോ കാലറീസ് എങ്കിലും ചെയ്യാറുണ്ട് കേട്ടോ ദിവസവും. 35 മിനിറ്റാണ് സൈക്ലിംഗ് ചെയ്യുന്നത് ഫുൾ ഇൻറ്റൻസിറ്റിയിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സസൈസ് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തിരിക്കണം. സ്ത്രീകൾക്ക് കിച്ചണിലെ പണിയൊന്നും ഒരു എക്സസൈസായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യരുതുള്ളൂ. ഞാൻ വീട് തൂക്കും, ഞാൻ വീട് തുടയ്ക്കും, അതൊക്കെ ഒരു എക്സസൈസ് അല്ലേ എന്ന് ആരും വിചാരിക്കുക. അതൊന്നും ഒരു എക്സസൈസ് അല്ല. അല്ലാതെ തന്നെ നമ്മൾ നടക്കുമോ എന്തെങ്കിലും ഒരു എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ ഒരു 60-70 വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരമൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ അനങ്ങില്ല. അതുകൊണ്ട് എന്തെങ്കിലും എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഞാനും ഒരു കടലക്കറി ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടാക്കുകയാണ്. കടല തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് കടല വേവിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പം കടല പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഒരു നല്ല ടേസ്റ്റുള്ളൊരു സ്പെഷ്യൽ കടലക്കറിയാണ് കേട്ടോ. പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു തന്നൊരു അച്ഛനും അമ്മയുടെയും കൂടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. രണ്ടുപേരും നന്നായിട്ട് ഉണ്ടാക്കും. ആദ്യം തേങ്ങ വറുക്കാനായിട്ടിട്ട് തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇടുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരകവും തേങ്ങയും കൂടെ ഒന്ന് വറുക്കുകയാണ് കടല വേകുന്നതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ കൂടെ പെരിഞ്ചീരകം ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു 5-6 ഏലക്കയും കൂടെ ഇട്ട്, ഇത് കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങ, പെരിഞ്ചീരകം, ഏലക്ക മാറാം. വേറെ മസാല ഒന്നും തന്നെ പൊടികൾ ചേർക്കുന്നുണ്ട്. വേറെ ഗരം മസാല കൂട്ടത്തിൽ വേറെ ഒന്നുമില്ല. തേങ്ങ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി ഒരു 1.5 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തു. അത് ഞാൻ പറഞ്ഞു കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. പിന്നെ അതിലും കുറച്ചുകൂടെ താഴെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. മുളക് പൊടികളും കുറച്ചുകൂടെ കുറവ് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് പൊടികൾ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ തേങ്ങയുടെ കൂടെ ഇട്ട് മൂപ്പിച്ചു. എന്നിട്ട് കറിവേപ്പില ഒന്ന് നന്നായിട്ട് വാടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തേങ്ങ തിരുമിയത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അപ്പോഴത്തേക്കും കടലയൊക്കെ ഓഫാക്കിയിട്ട് ഏകദേശം ഒരു 1/4-3 മണിക്കൂർ ഞാൻ കടല കുക്കറിൽ സിമ്മിലിട്ട് വേവിച്ചു. തലേദിവസം കുതിർത്ത കടലയാണ്. പിന്നെ വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ ഈ കടലക്കറി നല്ലതായിട്ട് കുഴഞ്ഞിരിക്കുന്ന കടലക്കറിയാണ് കേട്ടോ. നല്ലപോലെ വരട്ടി എടുക്കുന്ന ഒരു കടലക്കറിയാണ്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് ഇട്ട് അതൊന്ന് ആദ്യം ഇട്ടു, നീളത്തിലരിഞ്ഞിട്ടു. പിന്നെ ഈ കടലയുടെ കൂടെ അച്ഛൻ ചിലപ്പം സവോളയും കൂടി ഇട്ട് ഒന്ന് വേവിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ, ഞാനത് ചെയ്തില്ല, അത് വേറൊരു ഓപ്ഷനാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി അമ്മ പറഞ്ഞത് ചെറിയ ഉള്ളി ധാരാളം ചേർക്കണം എന്നാണ്. എൻ്റെ അത്രയും ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. പിന്നെ ഇത് അച്ഛനും അമ്മയും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ വേറെ ഇംപ്രൊവൈസ് ചെയ്യണമെങ്കിൽ പറഞ്ഞു തന്നതാണ്. ഇംപ്രൊവൈസേഷൻ അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്. അപ്പം ചെറിയുള്ളിയും കൂടെ ഇട്ട് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി ആ വെന്ത കടല, എൻ്റെ കടലയിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. പക്ഷേ വെള്ളം കുറച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ആ കടലയുടെ ഗുണം ഒന്ന് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വെള്ളം ഉൾപ്പെടെ അങ്ങ് ഒഴിച്ച് പിന്നെ മറ്റേ തേങ്ങ വറുത്തതും കൂടെ അരച്ച് അതും കൂടെ അരച്ച തേങ്ങ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് അപ്പോൾ ഞാൻ കുറച്ചധികം നേരം ഇട്ട് വറ്റിക്കേണ്ടി വന്നു. വേണമെങ്കിൽ വെള്ളം കളയാം, അല്ലെങ്കിൽ വെള്ളം കുറച്ച് കടല വേവിക്കാം. ഞാനത് കടലയുടെ ഗുണം ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ അത് നല്ലപോലെ ഇട്ടങ്ങ് വറ്റിച്ച് ഇങ്ങനെ കുറുക്കണം. നിങ്ങൾക്ക് നല്ല വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുറുക്കണ്ട. മുരളിയേട്ടൻ അങ്ങനെ തന്നെ അതേപോലെ വരണ്ട കടല വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബീഫ് പോലത്തെ കടല വേണമെന്ന് പറഞ്ഞുണ്ടോ ഇങ്ങനെ അതാണ് കാണിച്ചു തരുന്നത്. ഒരു തുള്ളി വെള്ളം ഇല്ലാതെ വരണം. അപ്പോൾ ഞാൻ അത്രയും വെള്ളം വറ്റിച്ച് ഇങ്ങനെ ആക്കി എടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു വന്നു കേട്ടോ. അതേപോലെ അച്ഛൻ്റെ അമ്മയുടെയും പോലത്തെ കടല പ്രിപ്പറേഷൻ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
അപ്പോൾ അതേപോലെ ഞാൻ തന്നെ ഇങ്ങനെ വരട്ടി എടുത്ത് ഇങ്ങനെ ആക്കി ആ കടൽ അത്രയും വെള്ളം ഉണ്ടായിരുന്നു കടലയാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തത്. പക്ഷേ ഇത് ടേസ്റ്റായി വരുമ്പോഴത്തേക്ക് ആ തേങ്ങ വെള്ളം കൂടിയിട്ട് നല്ല ടേസ്റ്റായി വന്നു. ഇത് ഇടിയപ്പത്തിന് പുട്ടിൻ്റെ കൂടെ വലിയ രസമില്ല, കാരണം വെള്ളമില്ലല്ലോ. ചപ്പാത്തി, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഞാൻ കഴിച്ചത് നല്ല ഉഗ്ര ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കുരുമുളകൊക്കെ ഒന്ന് പൊടിച്ച് വെക്കണം. കുരുമുളക് ഇങ്ങനെ പൊടിച്ചതാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് മേടിച്ച പൊടിയേക്കാളും വിലയും നല്ല ലാഭമാണ്, ടേസ്റ്റും നല്ലതാണ്. ഇപ്പോൾ കുരുമുളക് ഹോളായിട്ട് മേടിച്ച് പൊടിച്ച് വെക്കുന്നത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിക്ക് നല്ല വിലയാണ്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ആദ്യം അത് ചെയ്തു. മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് ഫ്രഷ് കുരുമുളക് നന്നായിട്ട് പൊടിച്ചിങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കുരുമുളക് പൊടിച്ചപ്പോഴത്തേക്കുള്ള ചുറ്റിനൊക്കെ ആയി. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് കുറച്ച് ഇനി അടുത്തത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിച്ചതും കൂടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഏകദേശം 1.5 ടീസ്പൂൺ കുരുമുളകാണ്. 1 കിലോ ചിക്കന് വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണേ. അത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ശരിയാക്കാൻ പോവാണ്. ഇത് കണ്ട് പേടിക്കേണ്ടത് ചിക്കന് വേണ്ടിയിട്ടുള്ളതല്ല, 1 മാസത്തേക്കുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നത് ഇഞ്ചിയേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം. സപ്പോസ് ഇപ്പം 200 ഗ്രാം ജിഞ്ചർ എടുക്കുന്നെങ്കിൽ 300 ഗ്രാം വെളുത്തുള്ളി, അല്ല ഇപ്പം 100 ഗ്രാം ഇഞ്ചി ആണെങ്കിൽ 200 ഗ്രാം വെളുത്തുള്ളി. അപ്പം എപ്പോഴും ഇഞ്ചിയുടെ ടേസ്റ്റിനേക്കാളും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കണം. ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതലായിരിക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 200 ഗ്രാം ജിഞ്ചറും 300 ഗ്രാം വെളുത്തുള്ളിയാണ്. പിന്നെ ഞാനിത് 2 ട്രിപ്പായിട്ടാണ് ചതച്ചെടുത്തത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഉപ്പ് കൂടിയിട്ടാണ് ചതച്ചത്. ഞാൻ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വിനിഗറും ഓയിലും ഇട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഐസ് ക്യൂബ്സിലിട്ട് അത് സെപ്പറേറ്റ് ക്യൂബാക്കി ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യായിരുന്നു, അത് കട്ടയായിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ ഇത് ക്യൂബൊന്നും ആക്കുന്നില്ല, കുറച്ചധികം ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഒറ്റ പാത്രത്തിലാക്കി ഫ്രീസ് ചെയ്യാണ്. ഇങ്ങനെ ഉപ്പിട്ട് ഫ്രീസ് ചെയ്താലും ഇത് ഇങ്ങനെ കല്ലായി പോകത്തില്ല. നമ്മൾ കല്ലായി പോകുന്നതുകൊണ്ടാണ് ഐസ് ക്യൂബിലൊക്കെ ആക്കി ഫ്രീസർ വെക്ക് നമുക്ക് എടുക്കാൻ എളുപ്പത്തിൽ. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ കല്ലാവാത്തില്ല. നമുക്ക് സ്കൂപ്പ് ചെയ്ത് സ്പൂണിൽ നിന്ന് തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഉപ്പിട്ട് വെക്കുകയാണ്. പക്ഷെ കറി ഉണ്ടാക്കുമ്പോൾ ഓർത്ത് വെക്കണം, നമ്മളിതിനകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുള്ള ഓർമ്മ വേണം. അത് ശ്രദ്ധിച്ചാൽ മതിയുണ്ട്. അപ്പം ഐസ് ക്യൂബിലാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ മെത്തേഡിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. 1 മാസത്തേക്കുള്ളത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമാണല്ലോ എടുക്കാൻ. ഇനി ഞാൻ പാരഗൺ സ്റ്റൈൽ ആലപ്പി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള നല്ലപോലെ ഒരു 2-3 ടേബിൾ, നല്ലപോലെയല്ല 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള വഴലാൻ വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് വാടി കഴിഞ്ഞതേ ഉള്ളൂ, ബ്രൗൺ ആയിട്ടില്ല. അപ്പോഴത്തേക്കും 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം വാടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ ചിക്കൻ, അത് ഏകദേശം ഒരു 1/4 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്തത്. വേണമെങ്കിൽ തലേദിവസം ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ചെയ്തേ ഉള്ളൂ. 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ പീസസ് ഇട്ട് അതൊരു 5-10 മിനിറ്റ് ഞാൻ ചിക്കൻ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്തു കേട്ടോ. ഒരു ഷാലോ ഫ്രൈ പോലെ ചിക്കൻ ഇട്ട് നന്നായിട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ചിക്കൻ്റെ നടുക്ക് വശത്ത് ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ആ പൊടികൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഇതിനകത്തോട് ഇടാം, കാരണം ചിക്കൻ്റെ ഉള്ളിടുമ്പോൾ പച്ച ടേസ്റ്റ് ഇല്ലാതിരിക്കാനാണ്. ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് വളരെ കുറച്ച് ആ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ആ ചിക്കനും കൂടെ ചേർത്തങ്ങ് വഴറ്റി കൊടുത്തേ. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പൊടികൾ വേറെ ചൂടാക്കിയിട്ട് ഇതിനകത്ത് ഇടുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താലും മതി. അപ്പോൾ ചിക്കൻ ആകെ ഞാൻ പറഞ്ഞാൽ 10 മിനിറ്റ് നല്ലപോലെ ഷാലോ ഫ്രൈ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചിക്കൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി. പിന്നെ ഇതൊരു 10-15 കാഷ്യൂ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇടുന്നത് ഒരു 10ഓളം പച്ചമുളകാണ്. കാരണം നമ്മൾ എരിവിന് വേറെ ഒന്നും ആ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ, മുളക് പൊടി ഈ ചിക്കനില്ല. പച്ചമുളക് ഇട്ടിട്ട് 2ാം പാലാണ് ഒഴിച്ചത്. നല്ല ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ എപ്പോഴും തേങ്ങാപ്പാൽ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യാനെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചെടുക്കണം. 2ാം പാലിട്ടു. ഇനി ചേർക്കാൻ പോകുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. പൊടിച്ച് വെച്ചിട്ടുണ്ടോ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് പെരിഞ്ചീരകം പൊടിച്ച് ജസ്റ്റ് മണപ്പിച്ച് നോക്കിയതാണ്. പെരിഞ്ചീരകം തന്നെ ആയാലും പേര് എഴുതി വെക്കാത്തതുകൊണ്ട് അത് ഏകദേശം ഒരു ടീസ്പൂണോളം, 1 ടീസ്പൂണല്ല ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ചേർത്തു. പിന്നെ ചിക്കൻ മസാല ഒരു ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, ഒരു മണത്തിനും ഫ്ലേവറിനും വേണ്ടി മാത്രം, വേറെ മസാലകളൊന്നും
ചേർക്കുന്നില്ലല്ലോ. അപ്പം ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇച്ചിരി ചിക്കൻ മസാല ഇതിനകത്തോട്ടൊന്ന് ചേർത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പെരിഞ്ചീരപ്പൊടിയും ഈ ചിക്കൻ മസാല ഉള്ളല്ലോ, അപ്പം ആ ഒരു മണം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതൊക്കെ മുക്കാൽ വേവായി കഴിഞ്ഞാണ് ഞാൻ എപ്പോഴും എല്ലാ കറികൾക്കും ഞാൻ അങ്ങനെ ഒരുവിധം വെന്തിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തു, പിന്നെ കാഷ്യൂ പേസ്റ്റ് ചേർത്തു. കാഷ്യൂ പേസ്റ്റ് ചേർക്കുമ്പോഴത്തേക്ക് ഗ്രേവി ഒരു വിധമൊക്കെ കുറുകും. എന്നാലും നിങ്ങൾക്ക് ഈ പാരകളിലെ ചിക്കൻ കറി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ല അസല ഗ്രേവി ഉള്ളൊരു കറിയാണ്. നന്നായിട്ട് ലൂസ് ഗ്രേവിയാണ് എപ്പോഴും പാരകളിലെ ആലപ്പി ചിക്കൻ കറി. നല്ലൊരു മഞ്ഞ കളറിലൊരു ലൂസ് ഗ്രേവിയാണ്. അപ്പം അതേപോലെ ഗ്രേവി വേണം. പിന്നെ ഒന്നാം പാല്, നല്ല കട്ടി ഒന്നാം പാല് ചേർക്കുകയാണ്. അപ്പം കുറുകാതെ ശ്രദ്ധിക്കണം, കാരണം ഗ്രേവി ഉള്ള കറിയാണ്. ഒന്നാം പാല് ചേർത്തു. അപ്പം ഒരുവിധം ഇങ്ങനെ ഫ്ലെയിം ഓഫായി കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും കുറുകും കേട്ടോ. എന്നാലും ഗ്രേവിയും വേണം. നല്ല എനിക്ക് ആ കളറൊക്കെ നന്നായിട്ട് വന്നു. ലാസ്റ്റ് നല്ല കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഒന്ന് ഡെഫിനറ്റായിട്ടും ഇഷ്ടമുള്ളവർ, നാടൻ കറികൾ ഇഷ്ടമുള്ളവർ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പാരഗണിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഒരു കറിയാണ്. അപ്പോൾ എനിക്ക് കുർത്തി പിടിച്ചുണ്ടാക്കിയതാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. അന്ന് എനിക്ക് ലൈബ്രറി പോകേണ്ട ദിവസമായിരുന്നു. 5 to 7 ആണ് ലൈബ്രറി ഓപ്പൺ ചെയ്യുന്ന ടൈം ഇവിടുത്തെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പം അവിടുത്തെ ഓഫീസ് റൂമിൽ പോയി ലൈബ്രറിയുടെ കീ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ലൈബ്രറി ഓപ്പൺ ചെയ്ത് ലൈബ്രറിയിലോട്ട് പ്രവേശിക്കുകയാണ് വൈകുന്നേരം 5 മണിക്ക്. അപ്പം അത് എനിക്കൊരു നല്ല ടൈമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈബ്രറിയിൽ ഇരിക്കുന്നത്. പിന്നെ സ്കൂള് തുറന്ന് ഈ അവധി ക്രിസ്മസ് വെക്കേഷനും അവിടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് അന്ന് ഞാൻ ലൈബ്രറിയിൽ ആക്ച്വലി കുറച്ചുകൂടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് ഇരുന്ന് ഒരു കുറച്ച് എല്ലാം ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനെല്ലാം ഇന്ന് സെറ്റിലായി ഇരുന്നപ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം നല്ല തിരക്കായി കേട്ടോ. കാരണം വെക്കേഷന് മുമ്പ് ഒട്ടും തന്നെ ആളില്ലായിരുന്നു. ഞാൻ ശരിക്കും ഈച്ചടിച്ചിരിക്കുമായിരുന്നു. ലൈബ്രറിയിൽ ആരും ഇല്ലായിരുന്നേ. എക്സാമും ഒക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ എല്ലാവരും നാട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഇതിപ്പം സ്കൂൾ ഓപ്പൺ ചെയ്ത കാരണം ഒത്തിരി പിള്ളേരൊക്കെ വന്നിരുന്നു. കുറേ ബുക്സ് എല്ലാം റിട്ടേൺ ചെയ്യാനും എടുക്കാനും ഒക്കെ നല്ല തിരക്കായിരുന്നു. 7 മണി ആയതേ ഞാൻ അറിഞ്ഞില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ടൈം 6:55 ആയി. പിന്നെ എല്ലാവരും റിട്ടേൺ ചെയ്ത ബുക്കുകളൊക്കെ എനിക്ക് തിരിച്ചു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ ചടയെന്ന് പറഞ്ഞ് പോകുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ വേഗം ടൈം പോയി. എനിക്ക് ഒന്നിനും അങ്ങനെ വീഡിയോ ഒന്നും ടൈം കിട്ടിയില്ല. പെട്ടെന്ന് വന്നതും പോയതും എല്ലാം ഒരുമിച്ചായിരുന്നു. അങ്ങനെ വേഗം ടൈം പോയൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. കാരണം ഞാൻ സ്കൂൾ റീ ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കും വേഗം സമയം പോയി, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 7 മണിയായി. ഞാനങ്ങനെ ബുക്കൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവരും റിട്ടേൺ ചെയ്ത ബുക്കൊക്കെ ഞാൻ സൈഡിൽ തന്നെ വെച്ചേക്കും. പോകാൻ നേരത്തെ ഞാനത് തിരിച്ചു വെക്കാറുള്ളൂ. അല്ലെങ്കിൽ അപ്പം തന്നെ ഓരോന്നെടുത്ത് തിരിച്ചു വെക്കാൻ പോയപ്പോൾ അടുത്ത ആൾ വരുമ്പം ആ ബുക്ക് എഴുതലും എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനതെല്ലാം പോകാൻ നേരത്താണ് തിരിച്ച് അതാത് പൊസിഷനിൽ വെക്കുന്നത്. അങ്ങനെ ലൈബ്രറി പൂട്ടി നമുക്ക് പോകാനുള്ള പരിപാടിയാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തിരിച്ച് പിന്നെ പോകാൻ നേരത്ത് ഞാൻ ലൈബ്രറി പൂട്ടി 7 മണിയാകുമ്പം കീ അവിടെ തിരിച്ച് ഓഫീസിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ഒക്കെ പ്രമാണിച്ച് ഞങ്ങളുടെ അവിടെ എല്ലാം ഫുൾ ഇങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ലൈറ്റ് ഇട്ടേക്കുമായിരുന്നു. എനിക്കൊന്ന് ജാനുവരി വരെ ലാസ്റ്റൊക്കെ കാണും ഈ മരത്തേലൊക്കെയുള്ള ലൈറ്റ് ഒന്നും മാറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു നമ്മൾ ഫുൾ ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് തന്നെ ഒരു കുളിർമയാണല്ലോ. പിന്നെ അടുത്ത പരിപാടി എനിക്ക് നാളെ ഒരു കല്യാണത്തിന് പോകണം കേട്ടോ. അപ്പോൾ കല്യാണത്തിനുള്ള സാരി ഞാനതൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാനും മുരളിയേട്ടനും കൂടെ ആദ്യമായിട്ട് ഗെറ്റ് റെഡി വിത്ത് അസ് ഫസ്റ്റ് ടൈം മുരളിയേട്ടനെ പിടിച്ചുകൊണ്ട് ഷോർട്സ് ഇട്ടില്ല. ഈ രണ്ടുപേരോട് ഷോർട്സ് എടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടും കൂടെ ഫുൾ ആ ഷോർട്സിനകത്ത് കയറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഫുള്ളായിട്ട് എൻ്റെ വേറെ 2 ഷോർട്സ് അതുകൊണ്ട് ഇടേണ്ടി വന്നു. ഞാൻ ഫുള്ളായിട്ട് അതൊരു മേക്കപ്പ് ലുക്കിൽ സാരി ലുക്കിലൊരു വീഡിയോ കൂടെ അങ്ങനെ 2 ഷോർട്സ് ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ ഇട്ടു കേട്ടോ. അത് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഡ്രസ്സിലുള്ള സാരി ലുക്കിലുള്ള വീഡിയോ അത് കണ്ടാൽ മതി കേട്ടോ. അപ്പം ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെക്കണം. അപ്പോൾ അതിൽ തന്നെ കമൻറ്റ് ചെയ്തു ബ്ലൗസിനെ പറ്റി സ്റ്റിച്ചിങ് ഒന്ന് കാണിക്കൂ എന്നാണ്. ഇതാണ് അതെന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇതൊരു പഫ് സ്ലീവ് വെച്ചിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത്. പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ കയ്യിൽ ലൈനിങ് വെച്ചിട്ടില്ല. ലൈനിങ് വെക്കാതെ ഇങ്ങനെ ഫുൾ ഒരു പഫ് സ്ലീവ്, താഴെ എംബ്രോയിഡറി ഇങ്ങനെ ഒരു ഇതുപോലെ കൊടുത്തേക്കാണ്. ബാക്കിൽ ഒരു റെയിൻ ഡ്രോപ്പ് പോലെ ഹൈ നെക്ക് ബ്ലൗസ്, ബാക്ക് ഹുക്ക് വെച്ചിട്ട് റെയിൻ ഡ്രോപ്പാണ് ഇങ്ങനെ. ഫ്രണ്ട് വി നെക്കാണ് ഫ്രണ്ട്. അത്രേ ഉള്ളൂ ബ്ലൗസിനെ പറ്റി പറയാനായിട്ട്. ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ്, വി നെക്ക്.
പിന്നെ നമ്മൾ വലിയ കമ്മലിടുമ്പം മാല യൂഷ്വലി അങ്ങനെയാണ് ഞാനിങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ ഇപ്പോൾ ആരും മാച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് ഇടാറില്ലല്ലോ. അപ്പോൾ ആ ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാച്ച് ചെയ്യുന്നതാണ് രസം. ഇപ്പോൾ വയലറ്റ് ഡ്രസ്സാണെങ്കിൽ വയലറ്റ് കമ്മൽ അങ്ങനെ ഇടുന്ന എപ്പോഴും ബോറാണ്. അപ്പോൾ വയലറ്റിൻ്റെ സൈഡിൽ ഒരു ഗ്രീൻ ഉള്ളതുകൊണ്ട് ഗ്രീൻ കമ്മലും ഗ്രീൻ ബ്രേസ്ലെറ്റും ഇട്ടു. അപ്പോൾ ലോങ് കമ്മലിടുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ മാല അവോയ്ഡ് ചെയ്തു. എനിക്ക് താലിമാല ഊരി മാറ്റി വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ താലിമാല എപ്പോഴും അകത്ത് പിൻ ചെയ്ത് വെക്കും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് താലിമാല മേത്തുനിന്ന് മാറ്റുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അകത്ത് പിൻ ചെയ്ത് താലിമാല വെക്കും, വെളിയിൽ നിന്ന് കാണാതിരിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റൈലിങ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.